നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ടൈംസ്റ്റോപ്പിൻ്റെ KYC വെരിഫിക്കേഷൻ്റെ ട്യൂട്ടോറിയലാണ്. അതിന് മുമ്പ് ടൈംസ്റ്റോപ്പ് എന്താണെന്ന് അറിയില്ല, രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലാത്തവർക്ക് ഐ ബട്ടണിൽ പോയി കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ ട്യൂട്ടോറിയൽ കാണാൻ പറ്റും. പിന്നെ ഡിസ്ക്രിപ്ഷനിൽ വേറൊരു വീഡിയോയുടെ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട്. ടൈംസ്റ്റോപ്പ് റിലേറ്റഡ് എല്ലാ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. എൻജോയ് ടെക് വിത്ത് SNK. നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. ഇപ്പോൾ ടൈംസ്റ്റോപ്പിൽ എനിക്ക് KYCയുടെ ഇത് വന്നു, കാണിച്ചു തരാം. ടൈംസ്റ്റോപ്പ് നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ KYC എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ഈ ഒറ്റ ഓപ്ഷൻസിലും അല്ല നമുക്കത് കിട്ടുന്നത്. നമുക്ക് ഈ ഹോം എന്ന് പറഞ്ഞൊരു സെക്ഷനിലാണ് നമുക്കത് കിട്ടുന്നത്, നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെയുള്ള ഏരിയയിൽ. അപ്പോൾ അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എഗ്രി ടു ടേംസ് ഓഫ് യൂസ് എന്നുള്ളത് സെലക്ട് ചെയ്യുക, എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ബെറ്റർ റെക്കഗ്നിഷൻ വിത്ത് സോളിഡ് ബാക്ക്ഗ്രൗണ്ട്, പ്ലേസ് യുവർ ഫേസ്, നമ്മുടെ മുഖം വച്ചിട്ട് ഉള്ള ഫോട്ടോ എടുക്കണം. അപ്പോൾ ആ ഫോട്ടോ എടുക്കാൻ നമുക്ക്, അപ്പോൾ അവർ നമ്മുടെ ലെഫ്റ്റ് ഐ ബ്ലിങ്ക് ചെയ്യാൻ പറയും, റൈറ്റ് ഐ ബ്ലിങ്ക് ചെയ്യാൻ പറയും, ഫേഷ്യൽ എക്സ്പ്രഷൻ കാണിക്കാൻ പറയും. അതൊക്കെ കാണിച്ച് കഴിയുമ്പോൾ സക്സസ്ഫുൾ ആണെന്ന് കാണിക്കും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ID കാർഡ് അപ്ലോഡ് ചെയ്ത് കൊടുക്കലാണ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് അടിച്ചു കൊടുക്കണം. ID കാർഡിൻ്റെ ഫോട്ടോ എടുക്കാനായിട്ട് നമ്മൾ ലാൻഡ്സ്കേപ്പായിട്ട് ഫോൺ പിടിച്ചിട്ട് അപ്പർ എൻഡ് ലോവർ എൻഡ് നോക്കിയിട്ട് ആ ക്യാമറ ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ ID കാർഡ് നമ്മൾ എടുത്ത് കഴിയും. ID കാർഡ് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ ID കാർഡിൻ്റെ ഫോട്ടോ നമ്മൾ എടുത്തു കഴിയുമ്പോൾ നമുക്ക് വന്നത് നമ്മൾ ആദ്യം കൊടുത്ത നമ്മൾ രജിസ്ട്രേഷൻ ടൈമിൽ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ ആയിരിക്കും. അപ്പോൾ ആ ഡീറ്റെയിൽസൊക്കെ നമ്മുടെ ID കാർഡുമായിട്ട് മാച്ചായാൽ മാത്രമേ നമ്മുടെ KYC അല്ലെങ്കിൽ നമുക്ക് ഈ ടൈംസ്റ്റോപ്പ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാം ചെയ്യുന്നതിന് മുമ്പ്, KYC ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പ്രൊഫൈലിൽ പോയിട്ട് ഡബിൾ ചെക്ക് ചെയ്യുക. പ്രൊഫൈലിൽ പോയിട്ട് നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും, നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി ചേഞ്ച് ചെയ്യാൻ പറ്റും. അതൊക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രം കൺഫേം അടിക്കുക, അത് KYC ചെയ്യുക, എന്നിട്ട് കൺഫേം അടിക്കുക. ഇപ്പോൾ ഞാൻ കൺഫേം അടിക്കാൻ പോവാണ്. ഇപ്പോൾ നമ്മുടെ KYC വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയതുകൊണ്ട് കണ്ടത് ആ മിന്നണ ആ ഒരു സംഭവം പോയി. അപ്പോൾ ഇതിൽ നമ്മൾ നമ്മുടെ ഇൻവൈറ്റഡ് മെമ്പേഴ്സിൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ വെരിഫൈഡ് എന്നുള്ള സെക്ഷനിൽ നമുക്ക് കാണാൻ പറ്റും, ഓൾറെഡി KYC ചെയ്തവരെ വെരിഫൈഡ് എന്നുള്ള സെക്ഷനിൽ കാണാൻ പറ്റും. പിന്നെ ആ ബ്ലൂ കളറിലുള്ളത് ഗ്രീൻ കളറിലായി ഉണ്ടാവും, വെരിഫൈഡ് ആയിട്ടുള്ള KYC വെരിഫൈഡ് ആയിട്ടുള്ള മെമ്പേഴ്സിൻ്റെ. ബ്ലൂ കളറിൽ യൂസറിൻ്റെ ഐക്കൺ കാണിച്ചല്ലേ ആ ലോഗോ, അത് ഗ്രീൻ കളറിലാവും. ഇപ്പോൾ എൻ്റെ ഇൻവൈറ്റീസിൽ ആരും വെരിഫൈ ചെയ്തിട്ടില്ല, അവർക്ക് വെരിഫിക്കേഷൻ വന്നിട്ടില്ല. ഇപ്പോൾ വെരിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ അത് ഗ്രീൻ കളറിലാവും. ഇപ്പോൾ ഞാൻ ജോയിൻ ചെയ്തേക്കണ വിറ്റ്നസ്സിന്, ഇപ്പം ഞാൻ ജോയിൻ ചെയ്തേക്കണ ആ ഒരാളുടെ കീഴിലാണല്ലോ ഞാൻ ജോയിൻ ചെയ്തതാണ്. അപ്പോൾ അയാളുടെ ഇൻവൈറ്റഡ് ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വെരിഫൈഡിൽ എൻ്റെ പേരുണ്ടാവും. പിന്നെ എൻ്റെ ആ ലോഗോ ഉണ്ടല്ലോ, ആ ഒരു പ്രൊഫൈൽ പിക്ചർ അവിടെ ഗ്രീൻ കളറും ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഇതിൽ വെരിഫൈഡ് 0 ആണ്, KYC വരാത്തതാണ് വെരിഫൈഡ് 0. ആക്റ്റീവ് 33 ഉള്ളൂ, ടോട്ടൽ 36 ഉണ്ട്. അതെന്താണ്? അപ്പോൾ 3 പേരുടെ അക്കൗണ്ട് നിങ്ങൾക്ക് താഴെ ഒരാളുടെ കാണാൻ പറ്റും, ഒരാളുടെ ഡിസേബിളായി കിടക്കുന്നത് കാണാൻ പറ്റും. അതുപോലെ 3 പേരുടെ ഡിസേബിൾ ആവുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കലണ്ടറിൽ പോയിട്ട് അറ്റൻഡൻസ് മാർക്ക് ചെയ്യാത്തതുകൊണ്ടാണ്. കലണ്ടറിൽ പോയിട്ട് അറ്റൻഡൻസ് മാർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് കലണ്ടറിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡെയിലി ക്ലിക്ക് സ്റ്റാമ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും, അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ അറ്റൻഡൻസ് മാർക്ക് ചെയ്യണം. അറ്റൻഡൻസ് മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് മുകളിൽ സ്കോർ എന്ന് പറഞ്ഞൊരു സാധനം കണ്ടോ, അത് കൂടിക്കൊണ്ടിരിക്കും, 2 വെച്ച് കൂടിക്കൊണ്ടിരിക്കും. അറ്റൻഡൻസ് മാർക്ക് ചെയ്യാണ്ടിരിക്കുമ്പോൾ നമുക്ക് ഡെയിലി -3 വെച്ച് പോകും. അപ്പോൾ മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് +2 വെച്ച് കയറും. അപ്പോൾ നമുക്ക് റെഡ് ഒരു പിങ്ക് കളറിൽ വരും. അപ്പോൾ നമ്മൾ എന്തായാലും മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് മാർക്ക് ചെയ്തില്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ടൈംസ്റ്റോപ്പിൻ്റെ കോയിൻ കിട്ടില്ല. പിന്നെ നമ്മൾ ആദ്യം തൊട്ട് വീണ്ടും ക്രിയേറ്റ് ചെയ്തിട്ട് ആദ്യം തൊട്ട് വീണ്ടും മൈൻഡ് ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ പുതിയ വീഡിയോസ് വരുമ്പോൾ അപ്പോൾ തന്നെ അറിയാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.